ഒട്ടും തന്നെ വളം ചേർക്കാത്ത നല്ല കപ്പയാണ് കേട്ടോ. മഴ സമയത്താണ് നമ്മൾ എടുക്കുന്ന നമ്മട്ടേക്ക് വെട്ടോ ഒന്നും വേണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി പിഴുതെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നേ. നല്ലതുപോലെ ചെളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാലോ ഒത്തിരി ദിവസമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ് നമുക്ക് മഴ സമയത്താണ് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അറിയാലോ എത്രത്തോളം ദിവസം എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് തന്നെ. അപ്പോൾ ഇന്നാണ് ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ എടുത്ത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞ് ഇനിയിപ്പോൾ കഴുകി എടുത്തിട്ട് വേണം ഇതിനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അഴുക്കെല്ലാം കളയാതെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുമല്ലോ. ആ ഒരു സമയത്ത് അതിലൊക്കെ നന്നായിട്ട് ചെളിയും അതിൻ്റെ ആ ചെളിയുടെ കളറൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നമ്മൾ മലയാളികൾക്കാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കപ്പയും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ ഉണ്ടല്ലോ, മത്തിയാണ് കേട്ടോ. അപ്പോൾ ഉണക്കമീൻ വറുത്തത് ഇതും കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. മഴയും കൂടെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട കേട്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചട്ടിയിലിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കപ്പയുടെ വെള്ളമൊക്കെ മാറ്റി ഉപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളെ ഇവിടെ പിടിച്ച് നിന്നത് കേട്ടോ ഉണ്ടമുളക് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ നട്ടതല്ല, അപ്പുറത്തെ വീട്ടുകാരെടുത്ത് കളഞ്ഞ സമയത്ത് അവിടെ അതിൻ്റെ കുരു കിടന്ന് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഉണ്ടമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ വെച്ചൊരു ചമ്മന്തി അരച്ച് ഉണക്കമീനും കട്ടൻ ചായയും ചമ്മന്തി ഇതൊക്കെ എടുത്തിട്ടുണ്ട്, മുളക് ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.